നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വർക്കലയിൽ 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായ സംഭവത്തിൽ മാതൃ സഹോദരൻ അറസ്റ്റിൽ. പീഡന വിവരം പുറത്തുവന്നത് കുട്ടിക്ക് വയറുവേദന അനുഭവപ്പെട്ടതോടെ പോലീസിനെ അറിയിച്ചത് ആശുപത്രി അധികൃതർ. വെള്ളക്കെട്ടിൽ വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കായംകുളം പുതിയവിള പ്രദീപിന്റെ മകൻ അഭിനീത. അപകടം വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ. ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ അതിസാഹസികമായി രക്ഷിച്ച നാട്ടുകാർ. അപകടം തേനി കുച്ചനല്ലൂരിൽ. രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് പരാജയപ്പെട്ടിടത്ത്. ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിലും നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം. ശാസ്താംകോട്ടയിൽ ബൈക്കുകളുടെ മത്സര ഓട്ടത്തിനിടെ അപകടം. ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആയൂർ ഇളവക്കോട് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. കുട്ടികളടക്കം 6 പേർക്ക് പരുക്ക്. പാലക്കാട് നഗരത്തിലെ തിരുനെല്ലായിൽ കുടിവെള്ളം എത്താതായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കുടവുമായി റോഡ് ഉപരോധിച്ച് വീട്ടമ്മമാർ. കുടിവെള്ളം മുട്ടിയതിന് പിന്നിൽ വാർഡ് കൌൺസിലറോടുള്ള BJP ഭരണസമിതിയുടെ പ്രതികാരമെന്ന ആക്ഷേപം. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം വർക്കലയിൽ 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായ സംഭവത്തിൽ മാതൃ സഹോദരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 14 വയസ്സുകാരിയെയാണ് 44കാരൻ പീഡിപ്പിച്ചത്. കടുത്ത വയറുവേദനയെ തുടർന്ന് കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. അരിയൂർ പോലീസിൽ ഡോക്ടർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി ഭാര്യയുമായി പിണങ്ങി സഹോദരിയോടൊപ്പം 5 മാസമായി താമസിച്ചു വരികയായിരുന്നു. വെള്ളക്കെട്ടിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു. കായംകുളം പുതിയവിള പ്രദീപിന്റെ മകൻ അഭിനീതാണ് മരിച്ചത്. വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. മാനസിക വൈകല്യമുള്ള കുട്ടിയാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. പല്ലന കുമാരൻ ആശാൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി വൈകിയതിൽ പ്രതിഷേധം. മൂളിയാർ സ്വദേശി അച്യുതൻ, പൈവളികെ സ്വദേശി ഇല്യാസ് എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് വൈകിയത്. ഡോക്ടർമാരുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. തമിഴ്നാട് തേനി കുച്ചനല്ലൂരിൽ ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ നാട്ടുകാർ രക്ഷിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയ സ്ത്രീയും ഭർത്താവും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഭർത്താവിനെ ഉടൻ തന്നെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. സ്ത്രീ പാലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയിട്ടും രക്ഷിക്കാനായില്ല. തുടർന്ന് നാട്ടുകാർ കയറിലൂടെ ഇറങ്ങി രക്ഷിക്കുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്നും കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതിനാൽ ഒഴുക്ക് കൂടുതലുള്ള സമയമാണ്. വെള്ളത്തിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശം അവഗണിച്ചാണ് ഇവർ വെള്ളത്തിലിറങ്ങിയത്. ഇടുക്കിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണ യുവാവിന് രക്ഷകരായി നാട്ടുകാർ. ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട വിനോദസഞ്ചാരിയെയാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത്. തമിഴ്നാട് സ്വദേശിയായ സഞ്ചാരി കാൽവഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ വടം ഉപയോഗിച്ച് യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ശാസ്താംകോട്ടയിൽ ബൈക്കുകളുടെ മത്സര ഓട്ടത്തിനിടെ അപകടം. അമിത വേഗതയിലെത്തിയ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആഞ്ഞിലുമൂട് സ്വദേശികളായ എബി, അക്ഷയ്, ബോസ്കോ എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ആയൂർ
ഇളവകോട് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം കുട്ടികളടക്കം 6 പേർക്ക് പരിക്കേറ്റു. വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കൊട്ടാരക്കര ഭാഗത്തേക്ക് വന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ യാത്ര ചെയ്ത രോഗിക്കും കൂടെയുണ്ടായിരുന്ന ആൾക്കും തലയ്ക്ക് പരുക്കേറ്റു. കാറിലുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ള കുടുംബത്തിനും പരുക്കേറ്റിട്ടുണ്ട്. ഇടുക്കി വണ്ടൻമേട് മയിലാടുംപായിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കടുവയ്ക്കൊപ്പം കുഴിയിൽ വീണ നായയെയും പുറത്തെത്തിച്ചു. പരിശോധനകൾക്ക് ശേഷം കടുവയെ പെരിയാർ വനത്തിൽ തുറന്നുവിട്ടു. രാവിലെ 7:30യോടെയാണ് ഏലം തോട്ടത്തിലെത്തിയ തൊഴിലാളികൾ നായയുടെ കരച്ചിൽ കേട്ട് കുഴിയിൽ നോക്കിയത്. നായയ്ക്കൊപ്പം കടുവയും ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി കുഴിയുടെ മുകൾ വശം മൂടി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി 2 ഡോസ് മയക്കുവെടി വെച്ചു. കുഴിയിലകപ്പെട്ട നായയ്ക്കും മയക്കുവെടി വെച്ചു. തുടർന്ന് 1.5 മണിക്കൂർ കൊണ്ട് മയങ്ങിയ ഏകദേശം 2 വയസ്സ് പ്രായമുള്ള കടുവയെയും നായയെയും പുറത്തെത്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇങ്ങനൊരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ വീണിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫ് ഇവിടെ എത്തി, RRT ബന്ധപ്പെട്ട ജീവനക്കാരെത്തി, ഡോക്ടറെത്തി. അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ട്രാങ്കുലൈസ് ചെയ്തു. ഇനി തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത്. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായ മയിലാടുപാറയിൽ കടുവയുടെ സാന്നിധ്യം മുമ്പുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏലം കൃഷി ഏറെയുള്ള മേഖലയെങ്കിലും ജനവാസ മേഖല കൂടിയാണ് ഇവിടം. തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാണ് സാധ്യത. കാരണം ഒരു സൈഡ് തമിഴ്നാട്, ഒരു സൈഡ് കേരളവുമാണ്. ഇവിടെ വന്യമൃഗ ശല്യം അങ്ങനെ ഒന്നും ഉള്ള പ്രദേശമല്ല. പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്, പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത്. പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ ചികിത്സ നൽകി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് എത്തിച്ച് കടുവയെ തുറന്നുവിട്ടു. നായയും കടുവയ്ക്കൊപ്പം കുഴിയിലുണ്ടായിരുന്നതിനാൽ പേവിഷബാധ വാക്സിൻ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് കടുവയെ വനത്തിൽ തുറന്നുവിട്ടത്. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ടയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന് സംശയം. പത്തനംതിട്ട തണ്ണിത്തോട് മേക്കണ്ണത്ത് വളർത്തുനായയെ അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നു. പുലിയാണെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നു. ലഹരിക്കെതിരെ സൈക്കിൾ യാത്രയുമായി മുൻ സബ് ഇൻസ്പെക്ടർ. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിച്ച ഷാജഹാനാണ് കാസർഗോഡ് വരെ ലഹരിക്കെതിരെ ബോധവൽക്കരണ സൈക്കിൾ യാത്ര നടത്തുന്നത്. 7ാം ദിവസം യാത്ര മലപ്പുറം വളാഞ്ചേരിയിലാണ് എത്തിയത്. ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഈ മുൻ പോലീസുകാരൻ. കൊല്ലം സ്വദേശിയും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ SIയുമായിരുന്ന ഷാജഹാനാണ് യാത്ര പുറപ്പെട്ടത്. യുവതലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കാൻ കേരളത്തിലുടനീളമാണ് ഷാജഹാൻ യാത്ര നടത്തുന്നത്. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച യാത്ര മലപ്പുറം വളാഞ്ചേരിയിലെത്തി. പുതിയ തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ലഹരിക്കെതിരെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നോടൊപ്പം നിൽക്കണമെന്ന് ഷാജഹാൻ പറയുന്നു. നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ ഈ നമുക്കറിയാൻ പറ്റാത്ത ആൾക്കാർ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ വന്ന് ഈ നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മളെ അനിയന്മാരെയൊക്കെ നശിപ്പിക്കുന്ന ഈ ലഹരി വിൽക്കുന്നതിന് വേണ്ടി വന്ന് നിൽക്കുമ്പം നമുക്ക് അവർക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അവർക്കെതിരെ ഒന്ന് പോരാടാനോ നമുക്ക് പേടിയാണ്. ആ പേടി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ യോദ്ധാവ് എന്നുള്ള സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആ നമ്പറിൽ വിളിച്ച് നമ്മൾ അറിയിക്കുകയാണെങ്കിൽ ഈ വിളിച്ചു പറയുന്ന ആൾ ആരാണെന്ന് അറിയിക്കാതെ തന്നെ, പുറം ലോകം അറിയിക്കാതെ തന്നെ ആ വിൽപ്പനക്കാരനെ പോലീസ് പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതാണ്. കൊല്ലം മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയാണ് യാത്ര. റൈഡ് വിത്ത് ഷാജഹാൻ എന്ന പേരിൽ യൂട്യൂബ് ചാനലിലും ഇത്തരം വിഷയങ്ങളുമായി സജീവമാണ് ഇദ്ദേഹം. ന്യൂസ് 18 തിരൂർ. ഒരസുഖം വന്നാൽ പട്ടാമ്പിക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം ജോസ് ഡോക്ടറുടേതാണ്. 4 പതിറ്റാണ്ട് കാലം ഒരു നാടിന് ആരോഗ്യ പരിപാലനം നൽകിയ പട്ടാമ്പിക്കാരുടെ ജോസ് ഡോക്ടർ വിട പറഞ്ഞിട്ട് 1 വർഷമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ചികിത്സയുടെ പ്രതിഫലം ചോദിച്ചു വാങ്ങാത്ത ജോസ് ഡോക്ടർ രോഗികൾക്ക് എന്നും തന്നെ ദൈവതുല്യനായിരുന്നു. എന്താടോ പറ്റിയത് എന്ന ഒറ്റ ചോദ്യത്തിൽ പകുതി ആശ്വാസമാകും. അതായിരുന്നു പട്ടാമ്പിയുടെ ജോസ് ഡോക്ടർ. അസുഖത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഡോക്ടർ ജനകീയനായി മാറി. പ്രതിഫലം ഇത്ര വേണമെന്ന് നിശ്ചയിക്കാത്ത, കൊടുക്കുന്നത് എത്രയോ അതിൽ നോക്കുക പോലും ചെയ്യാത്ത ജോസ് ഡോക്ടർ പുതിയ കാലത്തെ ഡോക്ടർമാർക്ക് മാതൃക കൂടിയായിരുന്നു. ആർക്കും ചികിത്സ തേടി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുന്നതാണ്. മാത്രമല്ല ഭയങ്കര ഒരു സാന്ത്വനം നൽകുന്ന ഒരാളായിരുന്നു അദ്ദേഹം.
ഫീസ് യാതൊരു തരത്തിലും പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു മികച്ച ഡോക്ടറായിരുന്നു. അതിനുശേഷം ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് അദ്ദേഹം മാറി. വലിയൊരു ജനവിഭാഗത്തിന്റെ മിഴി നനയിച്ച് ജോസ് ഡോക്ടർ വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ഇന്നും പല വീടുകളുടെയും അകത്തളങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള മഷി കൊണ്ടുള്ള ഡോക്ടറുടെ മരുന്നുകുറിപ്പടികൾ സൂക്ഷിച്ചിട്ടുണ്ട്. അസുഖം വന്നാൽ പട്ടാമ്പിക്കാർ ആദ്യം ഓടിയെത്തുന്നത് ജോസ് ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ജോസിനെ കണ്ടാൽ മതി അസുഖം മാറുമെന്ന് അക്കാലത്ത് നാട്ടിൻപുറത്ത് ഒരു വർത്തമാനം കൂടിയുണ്ടായിരുന്നു. ആ ഓർമ്മകൾ നിലനിർത്താനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊള്ളാനുമായാണ് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജോസ് പുളിക്കൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. ജോസ് ഡോക്ടറിന്റെ ആഗ്രഹമായ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വികസനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം നൽകി കരുതലാകാനുമാണ് ഫൗണ്ടേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാര്യങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അപ്പച്ചൻ്റെ പേഷ്യൻസിനും ബാക്കി ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ മെഡിക്കൽ സഹായം എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മുടെ ഫാമിലിയിൽ നിന്നൊരു ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. തൃശൂർ മണ്ണമ്പേട്ടയിൽ ജനിച്ച അദ്ദേഹം 41 വർഷം പട്ടാമ്പിയിലായിരുന്നു താമസം. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ദീർഘകാലം സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. 49 വർഷമാണ് ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചത്. മുഴുവൻ സമയം രോഗികൾക്ക് വേണ്ടി നിലകൊണ്ട ജോസ് ഡോക്ടർ യാത്രയായപ്പോൾ ഒരു നാട് മുഴുവൻ ചിന്തിച്ചത് ഒന്നു മാത്രമായിരുന്നു: അസുഖം വന്നാൽ ഇനി എവിടേക്ക് ഓടിച്ചെല്ലും? വെറും ഒരു ഡോക്ടറെയല്ല ജനങ്ങൾക്ക് നഷ്ടമായത്. നീട്ടിവലിക്കുന്ന ശ്വാസത്തിനിടയിൽ രോഗം നിർണയിക്കാൻ സാധിക്കുമെന്ന ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് ഇല്ലാതായത്. ന്യൂസ് 18 പട്ടാമ്പി. ജലജീവൻ കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച ഗ്രാമീണ പാത അപകട ഭീഷണിയാകുന്നതായി പരാതി. പാലക്കാട് ഞാങ്ങാട്ടിരി മാട്ടായ മുടവന്നൂർ റോഡാണ് മാസങ്ങളായി യാത്രായോഗ്യമല്ലാതെ തകർന്ന് തരിപ്പണമായത്. ജലജീവൻ മിഷൻ പദ്ധതിക്കായി കുടിവെള്ള പൈപ്പിടാൻ റോഡിന് നടുഭാഗം വെട്ടിപ്പൊളിച്ചതോടെയാണ് ജനങ്ങളുടെ ദുരിതം തുടങ്ങിയത്. മഴ കൂടി പെയ്തതോടെ കടുത്ത പ്രയാസമായി. തൃത്താല ഞാങ്ങാട്ടിരി മാട്ടായിൽ നിന്ന് മുടവന്നൂരിലേക്കുള്ള പാതയാണ് തകർന്ന് തരിപ്പണമായത്. പ്രദേശത്തെ 100 കണക്കിന് ആളുകളും യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി. കിലോമീറ്ററുകളോളമാണ് റോഡ് വെട്ടിപ്പൊളിച്ചത്. മഴ പെയ്തപ്പോൾ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇതോടെ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി മാറുകയാണ് ഈ പാത. എൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് വണ്ടി, പ്രത്യേകിച്ച് കാറൊന്നും റോഡിലേക്ക് ഇറക്കാൻ യാതൊരു ഭാഗവുമില്ല. അത്രയും വലിയ കുഴികളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ 4-5 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് ദിവസവും വണ്ടികൾ താണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വലിയ കുഴികളിൽ വാഴ വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. റോഡ് നന്നാക്കാൻ മാത്രം നടപടിയുണ്ടായില്ല. മഴ പെയ്താൽ ഇരുചക്രവാഹന യാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് പോകുന്നത്. റോഡിൽ ഇപ്പം നിങ്ങൾ കാണാൻ കഴിയുണ്ടാവും, നിറയെ കുഴികളാണ്. ഇത്തരം വാഴകൾ വെച്ച് പ്രതിഷേധിക്കുകയാണെങ്കിൽ മിനിമം ഒരു 500-600 വാഴകളെങ്കിലും ഈ റോഡിൽ വെക്കേണ്ടി വരും. കാരണം എല്ലാവരും എന്തെങ്കിലും തരത്തിൽ ഇതിലൂടെ യാത്ര ചെയ്യും, ഒന്ന് കാല് തെന്നിയാൽ ജീവൻ വരെ അപകടത്തിലാവും. ഇതിനാരാണ് സമാധാനം പറയേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അധികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ല നിലക്ക് നടന്നിരുന്ന ഈ റോഡ് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ടാർ ചെയ്ത് തരണമെന്നാണ് ഒരു നാട്ടുകാരൻ എന്ന നിലക്കുള്ള അപേക്ഷ. 6 മാസം മുൻപാണ് റോഡ് വെട്ടിപ്പൊളിച്ച് മുടവന്നൂരിലെ കുന്നിൻ മുകളിലെ കുടിവെള്ള പദ്ധതിയിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. പൈപ്പിടൽ കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന അധികൃതരുടെ ഉറപ്പും പാഴ്വാക്കായി. മഴ പെയ്താൽ ചെളിയും വെയിലായാൽ പൊടിശല്യവും രൂക്ഷമാണ്. കാലവർഷം കനത്താൽ പാതയിലൂടെയുള്ള യാത്രാ ദുരിതം കൂടും. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം പത്തനാപുരത്തെ നീന്തൽക്കുളം മലിനമാക്കി സാമൂഹ്യ വിരുദ്ധർ. മദ്യക്കുപ്പികൾ പൊട്ടിച്ചിട്ടും മലമൂത്ര വിസർജനം നടത്തിയുമാണ് നാട്ടുകാരുടെ പരാതി. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടയത്താണ് കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനായി കുളം സജ്ജമാക്കിയത്. ഇവിടെ നീന്തൽ പരിശീലനവും നടന്നു വരികയായിരുന്നു. ഈ കുളമാണ് സാമൂഹ്യ വിരുദ്ധർ മലിനമാക്കിയത്. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലുമായിട്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വലിയവരാണ്, കൊച്ചുപിള്ളേരില്ല, വലിയവർ വന്നിട്ട് ഈ മതിൽ ചാടി കിടക്കുന്നു, ഈ ഗ്രില്ല് തകർക്കുന്നു, പൂട്ട് തകർക്കുന്നു. അതിലെല്ലാം എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി വെക്കുന്ന ഈ നീന്തൽ പരിശീലനത്തായിട്ട് വാങ്ങി വെച്ചേക്കുന്ന സാധനങ്ങൾ, പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് സാധനങ്ങളുണ്ട്, അതെല്ലാം നശിപ്പിച്ച് കളയും.
18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കായിരുന്നു പരിശീലനം. ഈ വേനലവധിക്കാലത്ത് മാത്രം 1500-ലധികം കുട്ടികൾ ഇവിടെ നീന്തൽ പരിശീലിച്ചു. എന്നാൽ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ട് തകർത്തും മതിൽ ചാടിക്കടന്നും എത്തുന്നവർ കുട്ടികൾക്കായി വാങ്ങിയ പരിശീലന ഉപകരണങ്ങൾ നശിപ്പിച്ചു. കുളത്തിനുള്ളിൽ ബിയർ കുപ്പികൾ പൊട്ടിച്ചിടുകയും പടികളിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു. ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ മോശമായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതിപ്പം കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി, കാരണം നമ്മുടെ ഇവിടെ എങ്ങും ഈ സൗകര്യങ്ങളില്ല. ഇത്രയും സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഈ കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വേനലവധിക്കാലത്ത് മാത്രം 12-ലധികം തവണ പൂട്ട് തകർത്തു. ഇരുമ്പ് വലയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകളും പൈപ്പുകളും ലൈറ്റുകളും നശിപ്പിച്ചു. നീന്തൽക്കുളത്തിനടുത്തുള്ള അംഗൻവാടിയുടെ പൂട്ടും തകർത്തു. പത്തനാപുരം പോലീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി, വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അനിൽകുമാർ, പരിശീലകൻ സുബി ചേകം എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് പരാതി. ന്യൂസ് 18 പത്തനാപുരം. ആഴ്ചകളായി കുടിവെള്ളമില്ലാത്തതിൽ പ്രതിഷേധവുമായി വീട്ടമ്മമാർ. പാലക്കാട് നഗരസഭയിലെ തിരുനെല്ലായിൽ വീട്ടമ്മമാർ കുടവുമായാണ് റോഡ് ഉപരോധിച്ചത്. കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകളായതോടെ പ്രദേശത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. പാലക്കാട് തിരുനെല്ലായിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് ആഴ്ചകളായി. നഗരപ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാനായി അമൃത് പദ്ധതി കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടും തിരുനെല്ലായി പ്രദേശത്ത് കുടിവെള്ളം എത്തുന്നില്ല. പൈപ്പുകൾ സ്ഥാപിക്കാനായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതല്ലാതെ കുടിവെള്ളം എത്തിയില്ലെന്ന് വീട്ടമ്മമാർ ആരോപിച്ചു. കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർ മൻസൂർ മനലഞ്ചേരിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീട്ടമ്മമാർ കാലിക്കുടങ്ങളുമായി റോഡ് ഉപരോധിച്ചു. നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാരോടുള്ള ഭരണകക്ഷിയുടെ വികസന വിരോധമാണ് കുടിവെള്ളം മുട്ടിച്ചതിന് പിന്നിലെന്നാണ് കൗൺസിലർമാർ ആരോപിക്കുന്നത്. നഗരസഭാ അധികൃതരോടും ചെയർപേഴ്സണോടും വാട്ടർ അതോറിറ്റിയോടും പലവട്ടം പരാതി പറഞ്ഞെങ്കിലും നടപടിയില്ലെന്നും കുടിവെള്ളമില്ലെങ്കിലും ഭീമമായ ബിൽ തുക വരുന്നുണ്ടെന്നുമാണ് ആക്ഷേപം. ന്യൂസ് 18 പാലക്കാട്. കണ്ണിനും മനസ്സിനും കുളിർമയായി പാലക്കാട് നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളം. ശോചനീയാവസ്ഥയിലായ കുളം 1 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. കുളത്തിൽ നീന്താനും ഉല്ലസിക്കാനും അടക്കം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. അടിമുടി മാറിയിരിക്കുകയാണ് നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളം. മുൻപ് നാശത്തിന്റെ വക്കിലായിരുന്ന കുളം നവീകരിച്ച് ആകർഷകമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേർ നീന്താനും ഉല്ലസിക്കാനുമായി കുളത്തിലെത്തുന്നുണ്ട്. വർണ്ണ കാഴ്ചകളുമായി സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ നല്ല തെളിമയുള്ള വെള്ളമാണ്. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് മാങ്ങാട്ടുകുളം നവീകരിച്ചത്. തൃത്താലയുടെ സമഗ്ര വികസനത്തിന് മന്ത്രി MP രാജേഷ് ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് പ്രവർത്തനം. തൃത്താലയിലെ ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുക, ജലസംരക്ഷണം, കൃഷിയുടെ പ്രോത്സാഹനം, മണ്ണ് സംരക്ഷണം, നീർത്തട വികസനം, പിന്നെ ശുചിത്വം, സംരംഭകത്വ വികസനം, ഇതെല്ലാം ചേർത്ത് സമഗ്ര വികസനത്തിന്, സുസ്ഥിരമായ വികസനത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. 1 ഏക്കറിലധികം സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഈ ജലസ്രോതസ് പ്രദേശത്തെ ജലദൗർലഭ്യം കുറയ്ക്കുന്നതിനും ജലവിധാനം ഉയർത്തുന്നതിനും ചെറുചാൽപ്രം പാടശേഖരത്തിലെ 25 ഹെക്ടറോളം സ്ഥലത്തേക്ക് നെൽകൃഷിക്കും പൊതുജനങ്ങൾക്ക് കുളിക്കാനും മറ്റും സഹായകരമാണ്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി അടിമാലി അപ്സരക്കുന്ന് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലത്തിന് പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. സ്കൂൾ കുട്ടികളടക്കം സഞ്ചരിക്കുന്ന പാലത്തിൽ നിലവിലെ കൈവരികൾക്ക് ബലക്ഷയം സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന ഭാഗത്താണ് അപകടാവസ്ഥ. പാലത്തിന്റെ കൈവരികൾ തകർച്ച നേരിടുകയാണ്. ഏറെ നാളായി ബലക്ഷയം സംഭവിച്ചിട്ട്. ഇതാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കാരണം. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. മരക്കൊമ്പുകൾ വച്ചുകെട്ടി കൈവരിയായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊട്ടും തന്നെ സുരക്ഷിതമല്ല. ഉറപ്പുള്ള കൈവരികൾ ഇല്ലെങ്കിൽ അപകടം സംഭവിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറേ ദിവസമായി ഈ പാലം ഇങ്ങനെ പൊളിഞ്ഞെടുക്കാനുണ്ട്. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ സന്തോഷത്തിന്, എനിക്ക് എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട്
ഞാനാണ് കമ്പ് കൊണ്ടു, ഞാനും എൻ്റെ കെട്ടിയവനും കൂടിയാണ് കമ്പ് കെട്ടിയത്. അത് ആരെ പുറത്താക്കാനൊന്നുമില്ല. 3 സ്ഥലത്ത് നിങ്ങൾ കണ്ടൂല, കാണുമ്പോൾ അറിയാലോ. പാലത്തിൻ്റെ കമ്പികൾ പോയിട്ട് വർഷങ്ങളായി. ഇത് ഒരുപാട് കുഞ്ഞു പിള്ളേരും വലിയവരും പ്രായമായവരൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ മഴയായി, ഒത്തിരി ഇനിയിപ്പോൾ കാലവർഷങ്ങളാണ്. ഒരു പിള്ളേരും ഇപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ കൈവരി ഒന്ന് ശരിയാക്കി എല്ലാം ഒന്ന് ശരിയാക്കി തരണമെന്ന് നമ്മൾ പറയുകയാണ്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. തലമാലി മേഖലയിൽ നിന്നും വയോധികരുൾപ്പെടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എളുപ്പത്തിൽ എത്തുന്നതും ഇതുവഴിയാണ്. മഴക്കാലത്ത് പാലത്തിന് കീഴിലൂടെ അതിശക്തമായ വെള്ളമൊഴുക്കും ഉണ്ടാകും. പാലം സ്ഥിതി ചെയ്യുന്ന പ്രദേശം പാറക്കെട്ട് നിറഞ്ഞതാണ്. പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തര നടപടിയാണ് ആവശ്യം. ന്യൂസ് 18 അടിമാലി. കായംകുളം പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിൽ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരണവും ജേഴ്സി വിതരണവും നടന്നു. കായംകുളം DYSP ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ 4 ടീമുകളായി തിരിച്ചാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. സബ് ജൂനിയർ വിഭാഗത്തിൽ പുളിയറ വാരിയേഴ്സ് FC, പുളിയറ തണ്ടർ ഫീറ്റ് FC, ജൂനിയർ വിഭാഗത്തിൽ പുളിയറ ഫാൽക്കൺസ് FC, പുളിയറ ചാമ്പ്യൻസ് FC എന്നീ ടീമുകളിലായി 30ഓളം വിദ്യാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയത്. 4 ടീമുകൾക്കും ജേഴ്സികൾ മധു പുളിയറ ജീവൻ ഫൗണ്ടേഷനാണ് നൽകിയത്. ഫൗണ്ടേഷൻ സെക്രട്ടറി മഞ്ജു പുളിയറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അവധിക്കാലത്ത് മധു പുളിയറ ജീവൻ ഫൗണ്ടേഷനും അധ്യാപകരുടെയും സഹകരണത്തോടെ കോച്ച് വിനായകന്റെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറായ സുരേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ 44 ദിവസത്തോളം നീണ്ടുനിന്ന ഫുട്ബോൾ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കാരവാൻ പാർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ശ്രമം. നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കാരവാൻ പാർക്കാണ് വിലക്കുകൾ ലംഘിച്ച് തുറന്നത്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു. സ്ഥാപനം വീണ്ടും സീൽ ചെയ്ത് പൂട്ടിയിട്ടുണ്ട്. സർക്കാർ ഭൂമി എന്ന ബോർഡും പുനഃസ്ഥാപിച്ച് ഉടമയ്ക്കെതിരെ കേസെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാൻകുത്തിമേട്ടിലെ വനാനി കാരവാൻ പാർക്ക് റവന്യൂ വകുപ്പ് മുൻപ് സീൽ ചെയ്തിരുന്നു. ഗേറ്റിന് മുമ്പിൽ സർക്കാർ വക സ്ഥലം എന്ന് ബോർഡും സ്ഥാപിച്ചു. എന്നാൽ ഉത്തരവുകൾ ലംഘിച്ച് ബോർഡും മാറ്റി സ്ഥാപനം വീണ്ടും തുറക്കുകയായിരുന്നു. സീൽ ചെയ്ത കാരവാനുകളുടെ സീല് തകർക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ബോർഡ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കാരവാനുകൾ വീണ്ടും സീൽ ചെയ്തു. കോട്ടയം സ്വദേശിയായ ബിപിൻ കുമാർ എന്ന ആളാണ് മാൻകുത്തിമേട്ടിൽ കാരവാൻ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് നിർമ്മാണം ഉൾപ്പെടെ നടത്തിയ ഉടമയ്ക്കെതിരെ കേസെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മാൻകുത്തിമേട്ടിൽ വിലയ്ക്ക് വാങ്ങിയ ഭൂമിക്ക് പുറമെ ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയും കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കോടതി ഉത്തരവ് ലംഘിച്ചതടക്കമുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പ് കോടതിയെ ധരിപ്പിക്കും. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പന നഗരസഭയിലെ മൃഗാശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തത് ക്ഷീര കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് 1 മാസത്തോളമായിട്ടും പകരം ഡോക്ടറെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാലി വളർത്തൽ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള നിരവധി കർഷകർ ആശ്രയിക്കുന്ന കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ പ്രധാന മൃഗാശുപത്രിയിൽ നിന്ന് വെറ്റിനറി ഡോക്ടർ സ്ഥലം മാറിപ്പോയിട്ട് ആഴ്ചകൾ പിന്നിട്ടു. എന്നാൽ പകരം ഡോക്ടറെ നിയമിക്കാൻ ഇനിയും നടപടിയായില്ല. ഇതുമൂലം 100 കണക്കിന് ക്ഷീര കർഷകരാണ് പ്രതിസന്ധിയിലായത്. കാലാവസ്ഥാ വ്യതിയാനത്തോടെ കാലികൾക്ക് പലവിധ രോഗങ്ങളും ബാധിക്കുമ്പോൾ മൃഗങ്ങളെ പരിരക്ഷിക്കാനായി കട്ടപ്പന വെറ്റിനറി ആശുപത്രിയിലെത്തുന്നവർ നിരാശയോടെയാണ് മടങ്ങുന്നത്. അതിരൂക്ഷമായ മഴക്കാലം വരാൻ പോകുന്നു. ഏറ്റവും രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതും പരിപാലനം കിട്ടേണ്ടതും മിണ്ടാപ്രാണികളായിട്ടുള്ള മൃഗങ്ങൾക്കാണ്. അപ്പം സാധാരണ കർഷകർ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്കും പെറ്റുമൃഗങ്ങൾക്കും എല്ലാം അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടതാണ്. അടിയന്തരമായി ഇവരെ സീനിയർ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ സമരവുമായി ഞങ്ങൾ രംഗത്തിറങ്ങും.
പ്രദേശവാസികളുടെ കാലികൾക്ക് ചികിത്സയ്ക്കായി പുറത്തുള്ള മൃഗാശുപത്രികളെ സമീപിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വളർത്തുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിന് മാർഗമില്ലാതെയും നിരവധി പേരാണ് പ്രതിസന്ധി നേരിടുന്നത്. മഴക്കാലത്ത് കാലികൾക്ക് പൊതുവെ പലവിധ രോഗങ്ങൾ ബാധിക്കുന്ന സ്ഥിതിയുമുണ്ട്. സാഹചര്യം ബോധ്യപ്പെട്ട് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ സർക്കാരും നഗരസഭാധികൃതരും തയ്യാറാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കട്ടപ്പന. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി 72 മണിക്കൂർ നീണ്ട പ്രകൃതി നടത്തം. കൊല്ലംകോട് പീരാക്കോട് സ്വദേശിയായ കെ രാമചന്ദ്രൻ എന്ന 70-കാരനാണ് കള്ളിക്കാട് നിന്ന് നടത്തം ആരംഭിച്ചതും നെയ്യാറ്റിൻകര ആറാട്ടുകടവിൽ വൃക്ഷത്തൈകൾ നട്ട് നടത്തം അവസാനിപ്പിച്ചതും. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി രാമചന്ദ്രൻ നെയ്യാർ ഡാമിൽ നിന്ന് നെയ്യാറിന്റെ തീരത്തിലൂടെ നടന്നത് 72 മണിക്കൂറുകൾ. കൊല്ലങ്കോട് പിരാകോട് കുഴിഞ്ഞാൻവിള സ്വദേശിയായ പിരാകോട് കെ രാമചന്ദ്രന് ഈയൊരു നടത്തം ഒരു തപസ്യയായിരുന്നു. ജൂൺ 3-ന് കള്ളിക്കാട് നെയ്യാർ ഡാമിന്റെ തീരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര കള്ളിക്കാട്, കാട്ടാക്കട, ഒറ്റശേഖരമംഗലം, മണ്ഡപത്തിൻകടവ്, കീഴാറൂർ, പെരിങ്കടവിള, അരുവിപ്പുറം വഴി നെയ്യാറ്റിൻകരയിലെ ഗ്രാമം ആറാട്ടുകടവിൽ അവസാനിപ്പിക്കുകയായിരുന്നു. പ്രകൃതിയെ അറിയുക, പുഴകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക, മരം ഒരു വരം, പ്രകൃതി സ്നേഹം വാചകത്തിലല്ല വേണ്ടത്, മക്കളെ മരം നടാൻ പഠിപ്പിക്കുക എന്നീ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഒപ്പം കൂട്ടിയായിരുന്നു രാമചന്ദ്രന്റെ യാത്ര. വിവിധ സംഘടനകളും സാംസ്കാരിക കൂട്ടായ്മകളും സ്വീകരണങ്ങൾ നൽകി. പ്രകൃതി സംരക്ഷണം, വനവൽക്കരണം, കുളങ്ങളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണം, പ്ലാസ്റ്റിക് ഉപയോഗം എന്നിവയെ സംബന്ധിച്ച് ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു യാത്ര. കയ്യിൽ കരുതിയ വിത്തുകളും തൈകളും നട്ടും നടിയിച്ചുമുള്ള യാത്രയിൽ നദിക്കരയിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊറുക്കിക്കൂട്ടി ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. നമസ്കാരം.